ആ പതാക കൊടുക്കുമ്പോ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിന് വേണ്ടി അന്നത്തെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിരുന്ന് കാത്തിരുന്നവരാ സ്വഹാബ. ഇശാഇന്റെ ശേഷം തങ്ങൾ പറഞ്ഞു, പതാക പിടിച്ചുകൊണ്ട് ഈ പതാക നാളെ ഞാൻ കൊടുക്കും, റജുലൻ ഒരാൾക്ക് ഞാൻ കൊടുക്കും, യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും മഹബ്ബത്ത് വെക്കുന്ന, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന, രണ്ട് ഭാഗത്തും മഹബ്ബത്തിന്റെ തലങ്ങളുള്ള ഒരു മഹാന് ഞാൻ ഈ പതാക കൊടുക്കും. വയഫ്തഹില്ലാഹു അലാ യദൈഹി, അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ നല്ല വിജയവും അല്ലാഹു നാളെ കൊടുക്കും. ആർക്കാണ് എന്ന് പറഞ്ഞില്ല. ഇശാഇന്റെ ശേഷം തങ്ങൾ സ്വഹാബത്തിനോട് ഈ വിവരം പറഞ്ഞു. അന്ന് സ്വഹാബത്ത് ചർച്ചയിലാണ്, ആരായിരിക്കും. സുബ്ഹി വരെ അവർക്ക് ഉറക്കം വന്നില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ തങ്ങൾ വിരി ഇങ്ങനെ നീക്കിയിട്ട് ചോദിച്ചു. വിരി നീക്കിയപ്പോ ഹദീസിൽ കാണാം, വലുപ്പമില്ലാത്ത സ്വഹാബിമാര്, വലുപ്പം എല്ലാവരും തലങ്ങനെ പൊക്കി കാണിക്കുന്നു, ഞാനുണ്ട്. തങ്ങൾ ചോദിച്ചു, അയിന അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ? ചോദ്യം വന്നപ്പോഴേക്ക് എല്ലാരും മുഖം വാടിപ്പോയി. അല്ലാ, ഞങ്ങൾ ആരും വിളിച്ചില്ലല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനെയാണല്ലോ തങ്ങൾ വിളിച്ചത്. തങ്ങൾ ആ പറഞ്ഞ ആ ഒരു സ്ഥാനല്ലേ സഹോദരങ്ങളെ, അതിനാണ് അവർ ആഗ്രഹിച്ചത്. ഏത് സ്ഥാനം? റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി.